അമ്മയിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ പോകുന്നു. നമുക്കറിയാം ഇപ്പം അമ്മയിൽ വലിയ മീ ടു പോലത്തെ വലിയ വിവാദങ്ങൾ നടന്നായിരുന്നു. അപ്പം അന്ന് ഈ യുവനടിക്കിടയിലുണ്ടായ പ്രശ്നങ്ങളും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പിന്നീട് മോഹൻലാൽ ഇറങ്ങുന്നു. സിദ്ദീഖിനെതിരെ പുതിയ ആരോപണങ്ങൾ വരുന്നു. അതിനുശേഷം അടിമുടി അമ്മ മാറിക്കഴിഞ്ഞു. അതിനുശേഷം ശ്വേതാ മേനോൻ വരുന്നു. അപ്പം ഇനി അമ്മ എന്ന് പറഞ്ഞ പേരിന് അർത്ഥം തന്നെ ഒരു സ്ത്രീ അമ്മ എന്നുള്ളൊരു സാധനമാണ് വരുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് ആ തലപ്പത്ത് അമ്മയുടെ തലപ്പത്ത് ഒരു സ്ത്രീ തന്നെ വന്നതോടുകൂടി എല്ലാവർക്കും ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇനി അത്തരത്തിലുള്ള മലയാളം ഫിലിം അസോസിയേഷനിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവില്ല. സ്ത്രീകൾ അവിടെ സേഫ് ആണ് എന്നുള്ള കാര്യം. പക്ഷെ വീണ്ടും ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പം ഈ അൻഷിബ ഹസനുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിലോട്ട് എന്താ പറയുക വിളിച്ചു വരുത്തുന്നു. അവിടെ പിന്നീട് CCTV ക്യാമറ ചോദിക്കുമ്പം അങ്ങനെ ക്യാമറ പോലീസ് സ്റ്റേഷനില്ല എന്ന് പറയുന്നു. വലിയ വിവാദത്തിലോട്ട്. അപ്പോൾ അൻഷിബ തൻ്റെ പ്രശ്നങ്ങളെല്ലാം ശ്വേതാ മേനോട് പറയുമ്പോൾ ശ്വേതാ മേനോൻ അത് ഇവിടെ പറയേണ്ട കാര്യമില്ല, വേറെ സ്ഥലത്ത് പോയി പറയാൻ പറയുന്നു. അപ്പം ആ ഒരു ഓർഗനൈസേഷൻ്റെ ഹെഡ് ഇരിക്കുമ്പം ആ ഓർഗനൈസേഷൻ്റെ ഹെഡിനോട് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടത്. അപ്പം ആ ഹെഡായ ശ്വേതാ മേനോൻ ഈ കാര്യങ്ങളെല്ലാം തള്ളുന്നു. വലിയ വലിയ പ്രശ്നങ്ങളാണ് അമ്മയുടെ ഉള്ളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണെന്ന് അൻസിബയുടെ വിഷയത്തിൽ ഉണ്ടായത്? അൻസിബയുടെ വിഷയം ശരിക്കും ആദ്യം പറയുമ്പോഴത്തേനും അമ്മ ശരിക്കും ഒരു അമ്മായിയമ്മ എന്ന് പേര് മാറ്റേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും അമ്മായിമ്മ പോലും ഇത്രയും ഇപ്പോഴത്തെ അമ്മായിമ്മമാരെ പറഞ്ഞതല്ല കേട്ടോ. പണ്ട് അമ്മായിമ്മ പോര് എന്ന് പറയുന്ന ഒരു ടേമിന് പറഞ്ഞെന്നുള്ളൂ. അല്ലാണ്ട് അമ്മായിമ്മമാർ അങ്ങനെയാണെന്നല്ല ഉദ്ദേശിച്ചത്. പോരെന്നൊക്കെ വെച്ചാല് ഇപ്പൊ അമ്മയുടെ തലപ്പത്തേക്ക് സ്ത്രീ തന്നെ വന്നപ്പോ നമ്മള് ഇപ്പൊ സ്ത്രീകൾക്ക് നീതി കിട്ടും, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കുറച്ചും കൂടി പരിഗണന കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അതിലെ തന്നെ സ്ത്രീകൾ ഇപ്പൊ പറയുന്ന കമന്റ്സുകള് ഇത് പിരിച്ചുവിടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ്. ഇപ്പോ അമ്മി തിലകനെ പോലെയുള്ള പലരും ഇതിനു മുന്നേയും പറഞ്ഞിട്ടുണ്ട്. തിലകനെ ഈ അമ്മ സംഘടനയിൽ നിന്ന് പുറത്താക്കിയത് പോലും ഇതിനൊരു മാഫിയ സംഘം എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. ശരിക്കും ഏറ്റവും കൂടുതൽ അവഗണനകൾ നേരിട്ടത്, ചേരിപ്പോരുകൾ നേരിട്ടതൊക്കെ അമ്മയിലുണ്ടായിരിക്കുന്ന ഇത്തരത്തിലുള്ള വൃത്തികെട്ട കളികൾ ഒരുപാട് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അമ്മയുടെ തലപ്പത്തേക്ക് സ്ത്രീ വരുമ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുന്ന പരിഗണന കൊടുക്കണം അങ്ങനെ തരത്തിലല്ല പറഞ്ഞത്. പക്ഷെ ശ്വേതാ മേനോൻ ആ തലപ്പത്തേക്ക് വരുമ്പോൾ അൻസിബ ഹസനും എതിരില്ലാണ്ട് ജയിച്ചു വന്ന ഒരാൾ തന്നെയാണ്. ഒരു സ്ഥാനത്ത് ഇരുന്ന ആളാണ്. പക്ഷെ അതുപോലെ ഒരാള് അവിടെ നിന്നും രാജിവെച്ച് പോകണം എന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും കൃത്യമായിട്ടും, അല്ലെങ്കിൽ അവർക്ക് അത്രയും മനസ്സിന് സമാധാനം ഇല്ലാണ്ടായിട്ട് തന്നെയാണല്ലോ രാജിവെച്ചവർ പോയിട്ടുള്ളത്. അപ്പോൾ രാജിയുടെ കാരണം അവർ വ്യക്തമാക്കുന്ന ടിനി ടോം എന്ന് പറയുന്ന നടൻ, പ്രശസ്ത നടൻ, അവർക്കെതിരെ വർഗീയവാദിയാക്കി ചാപ്പ കുത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ മതം മാറ്റത്തിന് അവിടെ മതം മാറ്റാൻ ശ്രമിക്കുന്ന ആളുകള്, പിന്നെ മോശമായിട്ട് അവിഹിത കഥകള്, അവിശുദ്ധ കഥകളൊക്കെ പറഞ്ഞു പരത്തുന്നു എന്നുള്ളതൊക്കെയാണ് അൻസിബ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ. അപ്പൊ ആ ടിനി ടോം അത്തരത്തിൽ ചെയ്തു എന്ന് അൻസിബ പറയുമ്പോൾ തന്നെ ഒരുപാട് പേര്, അമ്മയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ, ഇപ്പൊ നമ്മൾ പറയില്ലേ, നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് ചെന്നു. അപ്പോ നമ്മൾ പരാതി എത്ര പറഞ്ഞാലും അവര് പ്രജുഡീസ് ആയിട്ട് അല്ലെങ്കിൽ പ്രതിക്കൊപ്പം നിൽക്കുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പറയാൻ തോന്നില്ല അവിടെ. അതുപോലെ തന്നെ ഇപ്പോ ഈ അൻസിബ ഒരു ആരോപണം ഉയർത്തിയപ്പോ ടിനി ടോമിന്റെ ഭാഗത്ത് ന്യായമുണ്ട്, അല്ലെങ്കിൽ ടിനി ടോം അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞിട്ടാണ് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവര് മാധ്യമങ്ങളെ കണ്ടത്. അതെ. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ പിന്നെ അൻസിബ ചെയ്തത് തന്നെയാണ് ശരി. അവിടെ നിന്നും രാജിവെച്ച് പോരുക എന്നുള്ളത് തന്നെയാണ്. അവര് പ്രജുഡീസ് ആയിട്ട് പ്രതിക്കൊപ്പം അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കൊപ്പം നിൽക്കുന്നു, ആദ്യം മുതൽ തന്നെ നിൽക്കുന്നു എന്നുള്ളപ്പോ ആസൂത്രിതമായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയാണെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ടിനി ടോം ആണെങ്കിൽ പറഞ്ഞത്, ടിനി ടോമിനെ ന്യായീകരിച്ചുകൊണ്ട് അന്ന് പ്രിയങ്ക ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വന്നു. പ്രിയങ്ക ന്യായീകരിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ഒരുപാട് പേര് കമന്റ്സിലും ഒക്കെ ചോദിക്കുന്നുമുണ്ട് കാര്യങ്ങൾ. പ്രിയങ്ക അല്ലെങ്കിൽ എല്ലാവരും ടിനി ടോമിനെ ഇത്തരത്തിൽ ന്യായീകരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പെട്ടൊരു പെണ്ണാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. അവര് പക്ഷേ അൻസിബയുടെ വാക്കുകൾ നമുക്ക് ക്ലിയർ ആവുന്ന, അവർക്കൊരു ക്ലാരിറ്റി ഉണ്ട് അവർ പറയുന്ന എല്ലാ കാര്യത്തിനും. കൃത്യമായിട്ടും എല്ലാം ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് പറയുന്നത്. ഒരു കള്ളം പറയുന്നതും സത്യം പറയുന്ന തമ്മിലുള്ള ഒരു വ്യത്യാസം പകല് പോലെ നമുക്ക് വ്യക്തമാകുന്ന തരത്തിലാണ് അവർ പറയുന്നത്. അപ്പൊ അവർ ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയ ആ വിഷയം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞു. ഇപ്പൊ തന്നെ ഒരുപാട് പേര് പ്രതികരിക്കാൻ തുടങ്ങി. അതിന് അൻസിബ ഒരു തുടക്കം കുറിച്ചു എന്നുള്ളത് തന്നെയാണ് സത്യം. ഇപ്പോൾ അൻസിബ പറയുന്നുണ്ട് ടിനി ടോം ഇത്തരത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ന്യായീകരിച്ചുകൊണ്ട് വരുന്നുണ്ട്. പക്ഷെ അതിന് പിന്നാലെ തന്നെ അൻസിബയുടെ പരാതിയുടെ തൊട്ട് പിന്നാലെ തന്നെ നീന കുറുപ്പ് എന്ന് പറയുന്ന മുതിർന്ന നടി, അവരും പറഞ്ഞു ടിനി ടോം ഇതുപോലെ അശ്ലീല ചുവയോടെ സംസാരിച്ചു, മോശമായിട്ട് കയ്യേറ്റം ചെയ്യാൻ പോലും ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ പരാതിയും വന്നു. അപ്പോൾ അവിടെയൊക്കെ ടിനി ടോമിനെ ന്യായീകരിച്ചുകൊണ്ട് ഇപ്പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ, അപ്പൊ ടിനി അന്ന് ഇതിന് റീസൺ ആയിട്ട് പറഞ്ഞത് അൻസിബയ്ക്ക് എന്നോട് അസൂയാണ്, എനിക്കിങ്ങനെ ഉയർന്നു വരുന്നതിലുള്ള അസൂയാണ്. ഈ സമന്മാര് തമ്മിലുള്ള ഒരു അസൂയയും ഇതും തമ്മിൽ വ്യത്യാസമായിട്ട് തന്നെ കാണേണ്ടതാണ്. അൻസിബയെ പോലെ ഒരു ക്യാരക്ടറിന് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ടിനി ടോമിനെ പോലെ ഒരാളോട് എന്തിട്ട് ഇപ്പൊ അൻസിബയ്ക്ക് കിട്ടുന്ന റോള് ടിനി ടോം എടുത്തുകൊണ്ട് പോകും. ഇപ്പൊ ഒരേ ഇതിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, ടിനി ടോമിന് കിട്ടുന്ന വേറെ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും, അൻസിബയ്ക്ക് അങ്ങനെ ആയിരിക്കും. അപ്പൊ അസൂയ അയാളുടെ ഭാവി തകർക്കാൻ നോക്കുന്നു എന്നൊക്കെ പറയുന്ന വാദത്തിനോട് യോജിക്കാൻ പറ്റില്ല. എന്തായാലും അടുത്ത കാര്യത്തിലേക്ക് വരുമ്പോൾ അൻസിബ ഹസൻ ഇത്തരത്തിൽ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അൻസിബ ഹസൻ പറയുന്ന ഒരു കാര്യം, അവരെ ഇതിന് സംഘടനയ്ക്ക് പുറത്ത് അല്ലെങ്കിൽ സംഘടനയ്ക്ക് അകത്ത് നിൽക്കുമ്പോൾ തന്നെ ഇവർ തമ്മിൽ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന നടി, ബിഗ് ബോസ് താരമൊക്കെ ആയിരുന്നു, അവർക്കെതിരെ
അവര് അൻസിബയ്ക്കെതിരെ ഒരു പരാതി കൊടുക്കുന്നു. ആ പരാതിയുടെ പേരിൽ, അതായത് ലക്ഷ്മിപ്രിയയുടെ മൊബൈലിലേക്ക് അൻസിബ ഒരു മെസ്സേജ് അയക്കുന്നു. ആ മെസ്സേജ് കാണാനിടയായ അവരുടെ ഭർത്താവിന് ഇതില് ലക്ഷ്മിപ്രിയയോട് സംശയം തോന്നുന്നു. അത്തരത്തിൽ ലക്ഷ്മിപ്രിയയെ ഈ ഭർത്താവ് ഉപദ്രവിക്കുന്നു, അല്ല ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിക്കുന്നു, വിവാഹബന്ധം തകരാൻ കാരണമായി എന്നാണ് അവർ പറയുന്നത്. ഉം. അൻസിബയുടെ മെസ്സേജ് കാരണം അതിന്റെ പേരിൽ അവർ പരാതി കൊടുക്കുന്നു. ഈ വിവാഹബന്ധം തകരാൻ കാരണമായി എന്ന് പറയുന്ന ഒരു മെസ്സേജ്, അതിനകത്തേക്ക് മോശമായിട്ടൊരു കാര്യം ആ മെസ്സേജിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കൂടുതലും ബാക്കി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇത്തരത്തിലൊരു മെസ്സേജ് അയച്ചു, എന്റെ വിവാഹബന്ധം തകരാൻ അതിൽ കാരണമായി. അപ്പൊ ഭർത്താവിനെ വിളിച്ചു വരുത്തി അൻസിബയെയും കൂടെ ഇരുത്തി അൻസിബ സത്യാവസ്ഥ പറഞ്ഞ് ഭർത്താവിനെ ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ലീഗലി നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. ഉം. ഒരു ദാമ്പത്യ പ്രശ്നത്തില് ലീഗൽ നടപടികളിലേക്ക് കടക്കാനാണെങ്കിൽ ഓക്കെ, പോലീസിന് ഇടപെടാം. ഇത് ലീഗലി പോവാനല്ല അവർ പറയുന്നത്. ഭർത്താവിനെ വിളിച്ചു വരുത്തി സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം. അതിൽ ഉം. അവിടെ പോലീസിന് എന്താണ് റോൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം. അപ്പൊ അത്തരത്തില് അൻസിബയെ വിളിച്ചു വരുത്തി, അങ്ങനെ വിളിച്ചു വരുത്തണമെന്നുണ്ടെങ്കിൽ പോലും അൻസിബയ്ക്ക് കൂടി താല്പര്യം വേണം ഒരു ഉം. മീഡിയേഷൻ അതെ. ഇതിന് പോകണം എന്നുണ്ടെങ്കിൽ. അല്ലാതെ പോലീസിന്റെ ധാർഷ്ട്യം കലർന്ന ഭാഷയിൽ വിളിച്ചു വരുത്തി ചോദിക്കുക, 3 മണിക്കൂറോളം അവരെ ഹരാസ് ചെയ്യുക. ഇപ്പൊ വിളിച്ചു വരുത്തിയത് തന്നെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവിടെ വെച്ച് രേഷ്മ എന്ന് പറയുന്ന ഒരു SI, വനിതാ SL ആയിരുന്നു തൃപ്പൂണിത്തുറ. അപ്പോൾ ആ SI ഇവരോട് മോശമായിട്ട് ധാർഷ്ട്യത്തോടു കൂടി പെരുമാറി, വർത്താനം അങ്ങനെ ഒരുപാടിട്ട് ചാടിച്ചു സ്റ്റേഷനിൽ എന്നൊക്കെ വെച്ച്. സ്റ്റേഷനിൽ വെച്ച് അൻസിബ പറയുന്നുണ്ട്. എന്നെ അത്തരത്തിൽ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുന്നുണ്ട്. അവർക്ക് അതിന്റെ ട്രോമയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ലെന്നും അവർ പറയുന്നുണ്ട്. ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, മരിക്കാൻ പോലും തോന്നിയ അവസരങ്ങളുണ്ട് എന്നവർ പറയുന്നുണ്ട്. അത്തരത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ആ ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. അതിന്റെ ഒരു ട്രോമ വല്ലാണ്ടുണ്ട്. പിന്നെ അവിടെ ചെന്നപ്പോൾ ഈ പോലീസുകാരെല്ലാവരും ലക്ഷ്മിപ്രിയയായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. അതായത് ഉം. പരാതിക്കാരിയായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. അവരുടെ കുട്ടി SIയുടെ ടേബിളിൽ ഇരുന്ന് കളിക്കുകയായിരുന്നു. അപ്പോൾ ഉം. പെട്ടെന്ന് ഒരു സ്റ്റേഷനിലേക്ക് ചെല്ലുന്ന ഒരു കുട്ടി അങ്ങനെ അത്രയും കംഫർട്ടബിൾ ആയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കില്ലല്ലോ. ഉം. അപ്പൊ ഇവർ തമ്മിൽ മുൻപരിചയമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അൻസിബ തുറന്നു പറച്ചിലുകൾ നടത്തിയിരുന്നു. പക്ഷെ ലക്ഷ്മിപ്രിയ ഇപ്പൊ പറയുന്നത് അത്രയും ഇത്രയും 3 മണിക്കൂറില്ല, 1 മണിക്കൂർ 17 മിനിറ്റ് 20 സെക്കൻഡ് മാത്രമാണ് അതിനകത്തിരുന്നതെന്ന്. ഉം. ഓക്കെ, അവരുടെ കയ്യിൽ അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട് എന്നും ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്. ഇത് ലക്ഷ്മിപ്രിയയുടെ ഒരു സെൽഫ് ഗോൾ ആണ് ശരിക്കും. ഇപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പറയുമ്പോൾ അവരെ വിളിച്ചു വരുത്തി എന്നുള്ളത്, അല്ലെങ്കിൽ വിളിച്ചു വരുത്തിയത് നിയമവിരുദ്ധമാണ്. ഉം. ഉറപ്പായിട്ടും SI രേഷ്മ ചെയ്തിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ്. സമൻസ് അതിന് അയച്ചിട്ട് വേണം ഒരാളെ വിളിച്ചു അതെ, വരുത്തണമെന്നുണ്ടെങ്കിൽ. അപ്പോ ലക്ഷ്മിപ്രിയ പറയുന്നത് 3 മണിക്കൂറില്ല, 1.5 മണിക്കൂറിനടുത്തേ ഉള്ളൂ എന്നാണ് പറയുന്നത്. വിളിച്ചു അതായത് വരുത്തി എന്നുള്ളത് കുറ്റസമ്മതം അതെ. അപ്പൊ ലക്ഷ്മിപ്രിയ കൂടി ഇതിൽ ശരിക്കും പ്രതിയാവുക ചെയ്യുന്നത്. ഉം. ലക്ഷ്മിപ്രിയ സമ്മതിക്കുകയാണ് ചെയ്തത് നിയമവിരുദ്ധമായിട്ടൊരു കാര്യം ചെയ്തു എന്ന്. അതിപ്പോ 3 മണിക്കൂറാണോ, 1 മണിക്കൂർ 17 മിനിറ്റ് ആണോ, അല്ലെങ്കിൽ 1 സെക്കൻഡ് ആണോ എന്നുള്ളതല്ല, വിളിച്ചു വരുത്തി വരുത്തിയോ എന്നുള്ളത് ഇല്ലയോ തെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ രേഷ്മയ്ക്കെതിരെയുള്ളൊരു ഗോള് തന്നെയാണ് അടിച്ചിരിക്കുന്നത്. പിന്നെ ലക്ഷ്മിപ്രിയ കൂടി പ്രതിയാകാൻ പാകത്തിന് സെൽഫ് ഗോളുമാണത്. ഉം. പിന്നെ ഇപ്പൊ വരുന്നത്, അതിന് ശേഷം അൻസിബ പറഞ്ഞു, ഇങ്ങനെ ഇത്ര മണിക്കൂറുകൾ എന്നെ ഇരുത്തിയിട്ടുണ്ട്, ഹരാസ് ചെയ്തു, അവിടെ ഞാൻ മോശമായിട്ടാണ് നടപടികൾ നേരിട്ടത്. അതുകൊണ്ട് അവിടുത്തെ RT പ്രകാരം ആ കുട്ടി ഇത് ചോദിച്ചിരുന്നു, അവിടുത്തെ CCTV വിഷ്വൽ വേണം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിരുന്നു. അങ്ങനെ ഒരു കുട്ടി ചോദിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് ന്യായം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ. CCTV വിഷ്വൽ കൊണ്ടുപോവാ, ഞാൻ അവിടെ അനുഭവിച്ചത് കാണിച്ചു തരാം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ അത് നടന്നു എന്ന് അൻസിബയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ. ഉം. പക്ഷെ ആ വിഷ്വൽ ചോദിക്കുമ്പോൾ ഒരു വനിതാ പോലീസ് സ്റ്റേഷനിൽ, അതും കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ CCTV വിഷ്വൽസ് ഇല്ല, അല്ലെ CCTV അവിടെ സ്ഥാപിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഉം. നമ്മുടെ നിയമം അനുസരിച്ചിട്ട് ആ പോലീസ് സ്റ്റേഷനിലേക്ക് കടക്കുന്ന സമയം മുതൽ വാഷ്റൂം ഒഴികെ, വാഷ്റൂമിനകം ഒഴികെ, വാഷ്റൂമിന്റെ പുറം വരെ CCTV വിഷ്വൽ വേണം എന്നുള്ളതാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ. ആ പ്രതി അല്ലെങ്കിൽ കംപ്ലൈനന്റ് ആണോ ആരാണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ അവർക്കുള്ള സുരക്ഷ, അവരവിടെ വെച്ച് എന്തൊക്കെ നേരിട്ടു എന്നുള്ളത് അറിയേണ്ടതാണ് ശരിക്കും. പക്ഷെ അവിടെ CCTV വിഷ്വൽ ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. അത് ഏത് തരത്തിൽ ഇതിനെ ന്യായീകരിക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല. അപ്പൊ SI രശ്മിക്ക് ഉറപ്പായിട്ടും പണി കിട്ടുന്ന ഒരു കാര്യം തന്നെയാണത്. അവർ CCTV വിഷ്വൽ ഇല്ല എന്ന്, CCTV സ്ഥാപിച്ചിട്ടില്ല എന്ന് പോലീസ് തിരിച്ച് മറുപടി പറയേണ്ട അവസ്ഥ ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോ എന്തായാലും രേഷ്മയ്ക്ക് SI പോലെ ഇതുപോലെയുള്ള എല്ലാവർക്കും പണി കിട്ടും എന്നുള്ളതിനപ്പുറത്തേക്ക് അൻസിബ് ഉയർത്തി വിട്ടിരിക്കുന്നത് ഒരു പുതിയ നല്ലൊരു ധൈര്യം, അവരുടെ കാണിച്ചൊരു ധൈര്യം ഒരുപാട് പേർക്ക് പ്രചോദനമാകും. ഇപ്പൊ ഇവരുടെ വിഷയം വന്നതിന് പിന്നാലെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിട്ട് പറയുന്നുണ്ട് ഇവർക്ക് ഇതേ സെയിം അനുഭവം ഉണ്ടായി, പക്ഷെ എന്ത് ചെയ്യണം, ഫർദർ സ്റ്റെപ്പ് എന്തെടുക്കണം എന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ പോലീസിന്റെ റൈറ്റ് ആണ് അതെന്നാണ് ഈ പലരും വിചാരിച്ചു വെച്ചിരുന്നത്. ഇങ്ങനെ വിളിച്ചു വരുത്താം, ഇതൊക്കെ ലീഗലി സുപ്രീം കോടതി നിയമപ്രകാരം അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഇതൊക്കെ തെറ്റാണ് എന്നുള്ളത് ഒരുവിധപ്പെട്ട മനുഷ്യന്മാർക്ക് അറിയില്ല. അല്ലെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് അവർക്ക് പേടിയാണ്. അപ്പോൾ അൻസിബ ഇങ്ങനത്തെ ഒരു തുടക്കം കുറിക്കുമ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇതുപോലെ ഈ ഓരോ സെക്കൻഡിലും പോലീസ് ഹരാസ്മെന്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഇതൊരു
പ്രചോദനം കൂടിയാണ്. എന്തായാലും എസ് ഐ രേഷ്മയെ ഇപ്പോൾ അന്വേഷണ വിധേയമായിട്ട് എന്തെങ്കിലും നടപടി എടുക്കാം എന്ന് വിചാരിച്ചാൽ ഇപ്പൊ അറിയാൻ കഴിയുന്നത് എസ് ഐ രേഷ്മ ഏതോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, അവരെ എന്തോ വയ്യ എന്നുള്ളതില്. അപ്പോ എസ് ഐ രേഷ്മ ശരിക്കും ഒളിവിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതിനെ. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്, ഹോസ്പിറ്റലിൽ പോയിട്ട് പിടിച്ചോണ്ട് വരാൻ പാകത്തിനുള്ള ഒരു നടപടിയിലേക്ക് ഇപ്പൊ കടന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ഇതൊരു രക്ഷപ്പെടലായിരിക്കണം. കുറച്ച് നാള് എന്തെങ്കിലും ഒരു നിയമത്തിന്റെ ആനുകൂല്യം കിട്ടുമോ എന്നറിയാനായിട്ടുള്ള ഒരു രക്ഷപ്പെടൽ പോലെ ആയിരിക്കണം. അവരെ വിളിക്കുമ്പോൾ അവർക്ക് പകരം എടുത്തത് മറ്റൊരാളാണെന്നാണ് നമ്മൾക്ക് അറിയാൻ പറ്റിയത്. മാഡം ഇതുപോലെ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പൊ ഫോൺ പോലും ഉപയോഗിക്കാതെ എസ് ഐ രേഷ്മ മുങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും അൻസിബയുടെ ഒരു നിയമ പോരാട്ടം പലർക്കും പ്രചോദനമാകും. അമ്മ എന്ന് പറയുന്ന അമ്മായിയമ്മ സംഘടനയിലെ കുറെ കാര്യങ്ങള് ഇനി പുറത്തു പുറത്തേക്ക് വരും. വരികയും കൂടി ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് അതുല്യ എന്ന് പറയുന്ന അവിടുത്തെ ഓഫീസ് സ്റ്റാഫിനെ സസ്പെൻഡ് ചെയ്തത്. അവരെ ഒരു കാരണവും ഇല്ലാണ്ട് പുറത്താക്കിയത് കുക്കു പരമേശ്വരൻ എന്ന് പറയുന്ന സെക്രട്ടറി ആയിരുന്ന ആളാണ്. ശരിക്കും അതിന്റെ പേരിൽ പരാതി കൊടുത്തിട്ട് പോലും ആ പെൺകുട്ടിക്ക് നീതി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവരെ തിരിച്ചെടുത്തു. ഈ വിവാദങ്ങൾക്ക് ഒടുവിൽ അവർ പോലീസ് സ്റ്റേഷനിൽ പോയതിനു ശേഷം മാത്രം അവരെ തിരിച്ചെടുത്തു. അവരെ അതുല്യനെ തിരിച്ചെടുത്തു. ഈ അതുല്യക്ക് നേരിട്ടത് പോലും പുറത്ത് പറയാൻ കൊള്ളാത്ത രീതിയിലുള്ള അനുഭവങ്ങളാണ്. അതുല്യ ഇന്റർവ്യൂവിന് വേണ്ടി ചെല്ലുമ്പോൾ അവരെ ഹയർ ചെയ്യുന്നത് കുക്കു പരമേശ്വരനാണ്. പക്ഷെ അതിനുശേഷം ഉണ്ണി ശിവപാൽ എന്ന് പറയുന്ന അവിടുത്തെ ട്രഷറർ ആയിട്ടുള്ള ആള്, അദ്ദേഹം അവരോട് മോശമായിട്ട് പെരുമാറുന്നുണ്ടെന്ന് പറയുന്നു. പലതവണയായിട്ട് മോശം സമീപനം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഇതാക്കുവാണെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഓഫീസ് മാനേജറായിട്ട് പോസ്റ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ കക്കൂസ് കഴുകാനും ചായ വെക്കാനും ആയിട്ട് ഓഫീസ് സ്റ്റാഫായിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് അവരൊക്കെ മുന്നിൽ വെച്ച ഓഫർ പോലും. പക്ഷെ ആ പെൺകുട്ടി നട്ടലുള്ള ഒരു പെൺകുട്ടി ആയിരുന്നത് കൊണ്ട് തന്നെ അവർ പറഞ്ഞു, വേണ്ട സാർ, ഞാൻ ഓഫീസ് ചായ വെച്ചോളാം, കക്കൂസ് കഴുകിക്കോളാം, എനിക്ക് നിങ്ങളുടെ മാനേജർ ആവണ്ട. അത്തരത്തിലൊരു ഇതുകൊണ്ട് അവർക്ക് മാനേജർ ആവണ്ട എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇയാളുടെ ഭാഗത്തു നിന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ കുക്കു പരമേശ്വരൻ എന്ന് പറയുന്ന സെക്രട്ടറിയുടെ അടുത്താണ് ഇവർ ആദ്യം കംപ്ലൈന്റ് ചെയ്യുന്നത്. അപ്പൊ അതിലയോട് കുക്കു പറഞ്ഞ ഡയലോഗ്, അദ്ദേഹം ഒരുപാട് ഏകാന്തത അനുഭവിക്കുന്ന ആളാണ്, അപ്പൊ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അങ്ങനെ നിന്നില്ലെങ്കിൽ നിനക്കെതിരെ എനിക്ക് നടപടി എടുക്കേണ്ടി വരും. എന്തോ അയാളെ സന്തോഷിപ്പിക്കാൻ അതുല്യക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് സന്തോഷിപ്പിക്കാൻ പോയില്ല. അങ്ങനെ സന്തോഷിപ്പിക്കാത്തതിന്റെ പേരിൽ അതുല്യക്കെതിരെ നടപടിയെടുത്ത് കുക്കു മറ്റാരോടും, പ്രസിഡന്റ് ശ്വേതാ മേനോൻ പോലും അറിയാണ്ട് അതുല്യയെ പുറത്താക്കുകയാണ് ചെയ്തത്. അവര് നിയമപരമായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഉണ്ണി ശിവപാലിനെ ഇപ്പൊ താൽക്കാലികമായിട്ട് നിർബന്ധിത അവധിയിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അതുല്യനെ തിരിച്ചെടുത്തിട്ടുമുണ്ട്. അപ്പൊ അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന, പണ്ട് മഹാനായ നടൻ തിലകൻ പറഞ്ഞതുപോലെ, ഇതൊരു അധോലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പൊള്ളിയിട്ട് കാര്യമൊന്നുമില്ല. ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് സാധാരണ ജനങ്ങൾ കേൾക്കുമ്പോൾ അമ്മ എന്നൊരു പേരിട്ടതിനോട് പോലും പുച്ഛം തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്.